Hello. അതെ, ഇന്ന് നമ്മളൊരു ബിഗോണിയയുടെ വീഡിയോ ആണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ് അല്ല, പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ബിഗോണി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ എന്നോട് ബിഗോണിയൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അതാണ് കേട്ടോ ഇന്ന് ബിഗോണിയുടെ നമുക്ക് പോട്ടി മിക്സും നടുന്ന രീതിയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ബിഗോണിയ എപ്പോഴും നമ്മൾ ഒരുമിച്ച് കുറേ ബിഗോണിയാസ് ചേർത്ത് വെച്ച് ഒരു സ്ഥലം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിവിടെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ബിഗോണിയ. എത്ര വെറൈറ്റി ഉണ്ടെന്നൊന്നും ചോദിച്ചാൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. എത്ര വെറൈറ്റി ആണെന്നൊന്നും സത്യത്തിൽ എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതറിയത്തില്ല. കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ തൈ ആക്കിയിട്ട് വെച്ചിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ ആക്കി സെറ്റ് ചെയ്ത് തരാം. പിന്നെ മദർ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാലും എടുക്കാം കേട്ടോ. മദർ പ്ലാന്റ്സ് വലിയ പോട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അഫോർഡബിൾ റേറ്റിന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് 1-2 പ്ലാന്റ് എടുക്കാനല്ല, കുറച്ച് അധികമായിട്ട് സെയിലൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് തരാം കേട്ടോ. പിന്നെ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കെയറിങ്ങിൽ ടിപ്സിലേക്കൊക്കെ നമുക്ക് പോവാമേ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുമ്പോൾ പോട്ട് മിക്സ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40% കോക്കോപീറ്റ് എടുക്കാം കേട്ടോ. കോക്കോപീറ്റ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത കോക്കോപീറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. എല്ലാവരും പറയും ഇതിനകത്ത് കോക്കോപീറ്റ് വേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കോക്കോപീറ്റ് തന്നെയാണ് കൂടുതൽ എടുക്കാനുള്ളത് കേട്ടോ. ഒരു 40% കോക്കോപീറ്റും ഒരു 30% പുഴമണലുണ്ടല്ലോ, ഒഴുക്കുമണൽ എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അതും ഒരു 20% പെർലൈറ്റ് എടുക്കണം കേട്ടോ. പെർലൈറ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണേ. പിന്നെ ഒരു 10% നമ്മൾ ചാർക്കോൾ കൊക്കോ ചിപ്സ് ഉണ്ട്, അപ്പോൾ അതും കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയാണ് കേട്ടോ പോട്ട് മിക്സ് ആയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് തന്നെ നമ്മൾ എടുക്കണം. അത് ഡ്രെയിനേജ് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പോട്ട് മിക്സ് അതിനകത്തേക്ക് നിറച്ചിട്ട് നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ലീഫ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെറിയ പ്ലാന്റ് തന്നെയാണ് ഇത്രയും നമ്മൾ വലുതാക്കി ഇത്രയും ബുഷിയാക്കി എടുക്കുന്നത്. ആ ഒരു കുഞ്ഞു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിന് വളങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ NPK ഇല്ലേ, NPK മാസത്തിലൊരിക്കൽ, അത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്കത് കണക്കാക്കാം. മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് കൊടുക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഓർഗാനിക് വളങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെർമി കമ്പോസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം, കുറച്ച് പഴകിയ ചാണകപ്പൊടി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നല്ല, ഇതിലേതെങ്കിലും ഒന്ന് മാസത്തിലൊരിക്കൽ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതിന് അധികം വളത്തിൻ്റെ ആവശ്യമില്ല, അസുഖങ്ങളും കുറവാണ്. നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് അസുഖം വരുന്ന ഒരു സംഭവമല്ല ഈ ബിഗോണിയ എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് ഇടാം കേട്ടോ. തറയിലൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റും. അത് ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോൾ കണ്ടോ നന്നായിട്ട് ബുഷിയായിട്ട് ചട്ടിയൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിന് വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും ഈ ചട്ടിയുടെ മുകൾ ഭാഗത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, ഉണങ്ങിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ മാത്രം നമ്മളങ്ങോട്ട് വെള്ളം കൊടുത്താൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ ഡെയിലി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിങ്ങനെ ഇലകളൊക്കെ കുഴഞ്ഞ് ഒരുമാതിരി ആയി പോകും കേട്ടോ. അങ്ങനെ നമ്മളെപ്പോഴും വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ ഇപ്പോൾ പറയാം, ലൈറ്റ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇലകൾക്ക് കറക്റ്റായിട്ട് കളർ വരത്തില്ല. നമ്മളിപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഒരു കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും കേട്ടോ നമ്മളത് വാങ്ങുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടുവെക്കുന്ന സ്ഥലം അനുസരിച്ചിരിക്കും ആ കളറ് വരണോ വേണ്ടയോ എന്നുള്ളത്. പ്ലാന്റ് തീരുമാനിക്കുന്നത് നമ്മൾ വെക്കുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. കുറച്ച് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലം, ഒരുപാടല്ല, ചെറുതായിട്ട്. ഇത് ഇവിടെ കണ്ടോ, ഈ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് സൺലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. കുറച്ച് വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സൺലൈറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകൾക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള കളറ് കിട്ടുന്നില്ല, അതാണ്.
അപ്പോൾ പ്ലാന്റുകളൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് ഇതുപോലുള്ള മദർ പ്ലാന്റുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവേ. നിങ്ങൾ വന്നെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം വലിയ പോട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ റേറ്റ് നിങ്ങളിപ്പം ചോദിക്കുമ്പോൾ ഇതിലൂടെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ബിഗോണിയ വളർത്തുന്നവർക്കറിയാമല്ലോ, അതിന് പലതിനും പല റേറ്റാണ്. ഓരോ വെറൈറ്റി അനുസരിച്ചായിരിക്കും ഓരോ റേറ്റ് വരുന്നത്. അത് വളർത്തുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് പറയാത്തത് നമ്മൾ. അപ്പോൾ ആർക്കെങ്കിലും കണ്ടിഷ്ടപ്പെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോട്ട് പ്ലാന്റ് എടുക്കാനാണെങ്കിൽ അതാണ് നമുക്ക് കുറച്ചും കൂടെ സൗകര്യം. അതല്ല ചെറിയ പ്ലാന്റാക്കി തരാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി. ഒരു 10 പ്ലാന്റൊക്കെ മിനിമം പറയണം കേട്ടോ. സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാൽ മതി. അത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പം നമുക്ക് തൈ നിലവിൽ ഇരിപ്പില്ല. ഇതുപോലുള്ള മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അന്നേരം പ്ലാന്റ്സൊക്കെ ഒന്ന് കാണും കേട്ടോ.